നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നെല്ലിക്ക പോലെ ആദ്യം അല്പം കയ്പേറിയാലും പിന്നീട് മധുരിക്കും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. എന്തായാലും സൂര്യപ്രഭ നമുക്ക് കിട്ടിയത് കാര്യമായി. സോമിക്കോ മറ്റുള്ളവർക്കോ മോളുടെ കാര്യത്തിൽ ഇതുവരെ യാതൊരു സംശയമില്ലായിരുന്നു. അതൊക്കെ ആന്റിയുടെ ഒറ്റ മിടുക്കൊണ്ട് സംഭവിച്ചതാ. അല്ല മോളെ, ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ വീണ്ടും എനിക്കിവിടെ വരാൻ തോന്നിയത്. ഇപ്പൊ എന്റെ സുഖചികിത്സയും നടന്നു, മോളുടെ കാര്യവും നടന്നു. മോളതെടുത്ത് കുടിക്കും. ചെല്ല്. ഭാവനയാ. ഭാവനെ, ആ മായച്ചി, അമ്മയുടെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആണല്ലോ? ആണോ? അറിയില്ല ഭാവനെ, ചിലപ്പോ ചാർജ് ഉണ്ടാവത്തില്ല. ഇന്നലെ രാത്രി കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. സ്വിച്ച് ഓഫ് ആയോ? അവിടെ എല്ലാരും ഉണ്ടോ മായച്ചി? എല്ലാരും ഉണ്ട് ഭാവനെ. എന്നൊന്ന് സ്പീക്കറിലിട. ആ ഇടാലോ. സേതോട്ടാ, സേതോ, വാ വേം വാ. നേട്ടാ ഭാവനേച്ചിയാ. അമ്മേ, സേതോട്ടാ. ആ പറഞ്ഞോ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? ഇവിടെ ഭയങ്കര മഴയായിരുന്നു അമ്മേ. എന്നാലും ഒരുപാട് സ്ഥലത്തൊക്കെ പോയി. അമ്മ പറഞ്ഞ പോലെ അമ്പലങ്ങളിലും പോയി. ചേച്ചി ചേച്ചി ലണ്ടനിൽ പോയ പോലെ അമ്മയുടെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നത്. അമ്മമാരാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ ഭാനു. അതാണ് മാതൃസ്നേഹം. ആ കേക്കടി, നീ ഇതൊക്കെ വേണം നീയൊക്കെ കേട്ട് പഠിക്കാൻ. ആ എന്താ മോളെ നീ ചെന്നിട്ട് വിളിക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേട്ടാ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഫോണിലൊന്നും റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ പറഞ്ഞു ഭാവന, റേഞ്ച് കിട്ടി കാണത്തില്ലാന്ന്. അമ്മ, ഭാമയുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അവൾ അവിടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട് ചേച്ചി. ഭാമ, നീ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ആ കഴിക്കുന്നുണ്ട്. ഭാവനെ, പറഞ്ഞിട്ട് പോയതുകൊണ്ടേ ചോദിച്ചു മേടിച്ചാ കഴിക്കുന്നേ. മിടുക്കി. അങ്ങനെ വേണം ചെയ്യാൻ. സൂര്യേട്ടനോ? ഒരു ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കാം. മോളെ, നിങ്ങളെന്നാ ഇനി തിരിച്ചു വരുന്നേ? ഇന്ന് രാത്രി തിരിക്കും സേതുട്ടാ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തും. എങ്ങോട്ടാ നേരെ വരുന്നേ? ഇങ്ങോട്ടാണോ? അങ്ങനെയാണെങ്കിൽ പറയണം കേട്ടോ. ഇല്ലമ്മേ, സൂര്യയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ശരി ശരി. ചോദിച്ച എന്തിനാന്നറിയാലോ? സൂര്യമോനുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ കരുതണ്ടേ? മനസ്സിലായമ്മേ. അതിനിയും വരാലോ. അമ്മേ, ഭരത് വിളിക്കാറുണ്ടോ? സാറിനോട്ടും നേരമില്ലല്ലോ. അവനിവിടെ എല്ലാവരെയും ഭരിക്കണം. അതിന് പറ്റാത്തതുകൊണ്ട് ആശാൻ ഇവിടെ ആരെയും വിളിക്കാറുമില്ല. അവന്റെ കാര്യമെങ്കിലും അവൻ കൃത്യമായിട്ട് നോക്കിയാൽ മതിയായിരുന്നു. ആ ശരിയമ്മേ, ഞാനെന്ന് വിളിച്ചോളാം. ശരി ശരി മക്കളെ, ശരി. ആ, എന്റെ കുഞ്ഞ് ഇത്രയും സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? ഇതിനാ അമ്മേ ബുദ്ധിയുള്ളവര് ഇതുപോലുള്ള ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നത്. മാനസിക പിരിമുറുക്കങ്ങളെല്ലാം മാറി കിട്ടും. കുറെ സ്ഥലങ്ങൾ കാണാനും പറ്റും. അതെ അമ്മേ, എന്നാ പിന്നെ നമുക്കൊരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്താലോ? സെറ്റ്. അത് നല്ല കാര്യമാ. വരട്ടെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതുവെല്ലാം നടക്കൂ സേതുട്ടാ, വെറുതെ കൊതിപ്പിക്കല്ലേ. ആ, സേതോട്ടൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ ഇറങ്ങിയതാ അല്ലേ സേതോട്ടാ? പിന്നല്ലാതെ, വേണ്ടി വന്നാൽ നമ്മൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകും. സെറ്റ് സെറ്റ്. മുട്ടേ.
ഇതാ മാഡം റെസിപ്റ്റ്. സ്വാമിജി എവിടെ? ഇപ്പൊ വരും മാഡം. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരെന്ത് പറഞ്ഞാലും നീ അത് കാര്യമാക്കരുത്. ഇല്ല ആന്റി, അല്ലെങ്കിലും ഞാനിത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ, അതുകൊണ്ട് എനിക്കാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മോൾക്ക് ഇന്നലെ ഉണ്ടായ നടുവേദന കുറഞ്ഞല്ലോ അല്ലേ? ഇല്ല ആന്റി, പക്ഷേ ഇന്നെനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒരു വല്ലായ്മ പോലെ. അത് ടെൻഷന്റെ ആവും മോളെ. മറ്റുള്ളവരോട് ഇനി എന്ത് പറയണമെന്നറിയാതെയുള്ള ടെൻഷനാ. അതെനിക്കുണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ ആന്റിയുടെ അത്ര പോലും ധൈര്യം എനിക്ക് തോന്നുന്നില്ല. സൂര്യയും ഭാവനയും എന്നെ ഇനി ഏത് രീതി കാണുമോ എന്തോ. ഇപ്പൊ മോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. എനിക്ക് ദേവേട്ടനെ അല്പം പേടിയുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ദേവേട്ടൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. പിന്നിപ്പോ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. ആന്റി, ഡോക്ടറോട് ആന്റി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പറയുകയും ചെയ്തു, മെസ്സേജും അയച്ചു. എങ്ങനെയുണ്ട് ജയനിർമ്മല? ടെൻഷനൊക്കെ കുറഞ്ഞോ? കുഴപ്പമില്ല സ്വാമിജി. ഒരു 6 മാസം കൂടുമ്പോ ഇതുപോലെ ഒരാഴ്ച വന്നാൽ മതി. വളരെ നല്ലതാണ്. ശ്രമിക്കാം സ്വാമിജി. കുട്ടിക്ക് മുഖത്ത് നല്ല വിളച്ചു തോന്നുന്നല്ലോ. എന്തുപറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കുട്ടിക്ക്? ഇല്ല സ്വാമിജി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ കൈയൊന്ന് കാണിക്കേ. നോക്കട്ടെ ഞാൻ. അത് മറ്റൊന്നുമല്ല സ്വാമിജി. ഇന്നലെ മോൾ ഒട്ടും ഉറങ്ങിയില്ല. എന്തുപറ്റി? അത് ഓഫീസിലെ പെയിന്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ചുമ്മാതല്ല. എനിക്കപ്പോ വെറുതെ തോന്നിയുള്ളത് മനസ്സിലായില്ലേ? ഉറക്കൊഴിയുന്നത് തെറ്റില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കൊഴിയായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് 1 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ശ്രദ്ധിച്ചോളാം സ്വാമിജി. ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടാവുന്ന പല അസുഖങ്ങളും ഇതുപോലെ ഊണുറക്കം നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്നതാണെന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വീട്ടില് ഇതൊക്കെ തന്നെയാ സ്വാമിജി അവസ്ഥ. ഇനി ഞാൻ ഉറപ്പായി ശ്രദ്ധിച്ചോളാം സ്വാമിജി. ശരി.